നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശിലായുഗത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി ശിലായുഗത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി ഇറാൻ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ബോംബാക്രമണങ്ങളിൽ ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കാനാകില്ലെന്ന ഇന്ത്യയിലെ ഇറാൻ എംബസി. അമേരിക്കൻ സൈനികരെ ശവക്കുഴിയിലേക്ക് തള്ളിവിടുന്നത് നിങ്ങൾ തന്നെയെന്നാണ് ട്രംപിന് ഇറാന്റെ മറുപടി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിലെത്തിക്കാനാകില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരെ കുറ്റങ്ങൾ ചെയ്തതും നിങ്ങളാണെന്നും ഇറാൻ എംബസി. വെറും 250 വർഷത്തെ മാത്രം ചരിത്രമുള്ള അമേരിക്ക 6000 വർഷം പഴക്കമുള്ള നാഗരികതയാണ് വെല്ലുവിളിക്കുന്നതെന്ന് IRGC കമാൻഡർ സയ്യിദ് മജീദ് മൂസവി പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത്. കരയുദ്ധത്തിന് മുതിർന്നാൽ ശത്രുസേനയിൽ ആരും ശേഷിക്കില്ലെന്നും ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനികരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അമേരിക്കൻ ആക്രമണം നേരിടാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്നും ഹത്താമി വ്യക്തമാക്കി. 19 മിനിറ്റുള്ള അഭിസംബോധനയിൽ ഇറാനിലെ ആക്രമണം എത്ര ദിവസം നീളുമെന്ന് കൃത്യമായി പറയാൻ ട്രംപിനായില്ല. ഇറാൻ യുദ്ധം അമേരിക്കയുടെ ഭാവിക്കായുള്ള നിക്ഷേപമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിലെ വടക്കൻ ഇറാനിലെ പാലം ഭാഗികമായി തകർന്നു. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ പാലമെന്ന് വിശേഷിക്കപ്പെടുന്ന കരാജിലെ B1 പാലമാണ് തകർന്നത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റ കരാജ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇറാനിയൻ എഞ്ചിനീയറിംഗിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തോട് അടുക്കുന്നതിനിടെയാണ് അപകടം. ഹോർമുസിലൂടെ കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ. കടലിടുക്ക് തുറക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗത്തിലാണ് വിദേശ മന്ത്രാലയം നിലപാട് അറിയിച്ചത്. 60 രാജ്യങ്ങളാണ് യോഗം ചേർന്നത്. UK ക്ഷണപ്രകാരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ സഞ്ചാരത്തിനുള്ള പ്രാധാന്യം യോഗത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഇറാന്റെ നടപടി ഇന്ത്യയിലെ ഊർജ്ജ സുരക്ഷയിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ വിക്രം മിശ്രി അറിയിച്ചു. ഇറാൻ ആക്രമണങ്ങളിൽ നാവികരെ നഷ്ടമായ രാജ്യം ഇന്ത്യയാണെന്ന ആശങ്കയും വിക്രം മിശ്രി പങ്കുവച്ചു. നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ യോഗത്തിൽ അടിവരയിട്ടു. പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി ഇന്ത്യ. ആഭ്യന്തര വിപണിയിൽ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം തടയാനുമാണ് സർക്കാരിന്റെ നീക്കം. യൂറിയയുടെയും DAPയുടെയും വിതരണം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ സംസ്ഥാനങ്ങൾക്ക് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ അന്തർമന്ത്രാലയ സമിതി ഇന്ന് വീണ്ടും യോഗം ചേർന്നു. പ്ലാസ്റ്റിക് പാക്കിംഗ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, ഓട്ടോമോട്ടീവ് മേഖലകൾ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനാണ് കേന്ദ്രം പെട്രോ കെമിക്കൽ ഉത്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയത്. ഈ വർഷം ജൂൺ 30 വരെയാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇനത്തിൽ 3 മാസത്തേക്ക് 1800 കോടി രൂപയുടെ നഷ്ടമാണ് ധനകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത്. നഷ്ടം സഹിച്ചുള്ള നീക്കം വിലക്കയറ്റം തടയാനും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനും സാധിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. 40 ഉത്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മന്ത്രി JP നദ്ദ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കൃഷി മന്ത്രിമാരുമായും സംസാരിച്ച് രാസവളത്തിന്റെ ലഭ്യതയിൽ ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച അന്തർ മന്ത്രാലയ സമിതി ഇന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ LPG വിതരണവും കരിഞ്ചന്ത വിൽപ്പന, പൂഴ്ത്തിവയ്പൽ തടയൽ എന്നിവ ശക്തമാക്കാനുള്ള നടപടികളും ചർച്ച ചെയ്തു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു. പെട്രോളിയം ഉത്പന്നങ്ങളുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചത്. അതിനിടെ ഡൽഹിയിൽ LPG റാക്കറ്റിലെ കണ്ണികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 45 സിലിണ്ടറുകളും വാഹനവുമാണ് പിടിച്ചെടുത്തത്. 24 ഡൽഹി. ദുബായ് ജുമൈറയിൽ അത്യാധുനിക സൗന്ദര്യവർദ്ധക ചികിത്സകളുമായി തജ്മീൽ ക്ലിനിക് ആരംഭിച്ച ബുർജിൽ ഹോൾഡിംഗ്സ്. UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിലും ആരോഗ്യ സാമൂഹ്യ ഫാഷൻ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ നൂതന ചികിത്സകൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ്
ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള പ്രീമിയം കോസ്മെറ്റിക്സ് ബ്രാൻഡ് തജ്മീൽ ജുമൈറയിൽ ഫ്ളാഗ്ഷിപ്പ് ക്ലിനിക് ആരംഭിച്ചത്. ദുബായിലെ ആരോഗ്യമേഖലയിൽ ബുർജിൽ ഹോൾഡിംഗ്സ് നടത്തുന്ന മുന്നേറ്റത്തിന്റെ തുടർച്ചയായാണ് തജ്മീൽ ഫ്ളാഗ്ഷിപ്പ് ക്ലിനിക്. UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UAEയുടെ സാമ്പത്തിക സുസ്ഥിരതയിലും ആരോഗ്യമേഖലയുടെ വളർച്ചയിലുമുള്ള വിശ്വാസമാണ് പുതിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദി പറഞ്ഞു. UAEയിൽ നിക്ഷേപം തുടരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും നിശ്ചയിച്ച വളർച്ചാ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEOയുമായ ഡോക്ടർ ഷംഷീർ വൈരൽ വ്യക്തമാക്കി. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ക്ലിനിക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. കോസ്മെറ്റോളജി, ഡെന്റൽ, സർജിക്കൽ കെയർ എന്നീ വിഭാഗങ്ങളിലായി 30-ലധികം സവിശേഷ ചികിത്സകൾ ക്ലിനിക്കിൽ ലഭ്യമാണ്. 24 ദുബായ്. ഇനി ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. വിമാനങ്ങളിൽ സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അധിക തുക നൽകുന്നത് തുടരും. വിമാനങ്ങളിൽ 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടി വ്യോമയാന മന്ത്രാലയം മരവിപ്പിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് തീരുമാനം. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിമാന കമ്പനികളുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ ഇത്തരം നടപടി? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാസമാണ് വിമാനങ്ങളിൽ സീറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ അധിക തുക നൽകേണ്ട ആവശ്യമില്ല എന്ന് വ്യോമയാന മന്ത്രാലയം തീരുമാനിക്കുന്നത്. ഇതിന് പിന്നാലെ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നടക്കം വലിയുള്ള അതിർത്തി ഉയർന്നിരുന്നു. ഇൻഡിഗോ, അതുപോലെ തന്നെ എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ വ്യോമയാന മന്ത്രാലയത്തിന് കത്തയക്കുകയും ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെയാണ് തീരുമാനമെന്നും ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം DGCക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കടക്കം ഉയരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 60% സീറ്റ് സെലക്ഷൻ്റെത് കൂടി ഈടാക്കുമ്പോൾ വിമാനയാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതായത് വിമാന കമ്പനികളുടെ പരാതി അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് വ്യോമയാന മന്ത്രാലയം പോയിരിക്കുന്നത്. ശരി, വിമാനങ്ങളിൽ 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടിയാണ് വ്യോമയാന മന്ത്രാലയം അറിയിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ദുബായിൽ ഡ്രൈവറില്ലാ ടാക്സി സർവീസ് ആരംഭിച്ചു. ഉമ്മുസുഖൈം, ജുമൈറ എന്നിവിടങ്ങളിലാണ് ടാക്സി സർവീസ് ആരംഭിച്ചത്. പദ്ധതി വിജയിച്ചാൽ മറ്റ് നഗരങ്ങളിലെ നിരത്തുകളിൽ കൂടി ഡ്രൈവറില്ലാ ടാക്സികൾ ഓടിത്തുടങ്ങും. ഒരു വർഷം നീണ്ടുനിന്ന പരീക്ഷണ യാത്രകൾ അവസാനിച്ചു. ദുബായിലെ നിരത്തുകൾ കൈയടക്കാൻ ഡ്രൈവറില്ലാ ടാക്സികൾ റോഡിലിറങ്ങി തുടങ്ങി. ആദ്യഘട്ടത്തിൽ 50 ടാക്സികളാണ് നിരത്തിലിറങ്ങിയത്. ഉമ്മുസുഖൈം, ജുമൈറ എന്നിവിടങ്ങളിലായാണ് തുടക്കത്തിൽ ഡ്രൈവറില്ലാ ടാക്സികൾ സവാരി നടത്തുക. അപ്പോളോ ഗോ എന്ന ആപ്ലിക്കേഷൻ വഴി ടാക്സികൾ ബുക്ക് ചെയ്യാം. ബോൾട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ ആപ്പുകൾ വഴിയും ഉടൻ ബുക്ക് ചെയ്യാനാകും. സുരക്ഷയ്ക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഗതാഗത മേഖലയിലെ ഈ വിപ്ലവം സാധ്യമാക്കിയിരിക്കുന്നത്. WeRide is proud to launch fully driverless robotaxi service in Dubai in cooperation with Uber and the RTA. Dubai is a global pioneer in smart city and future mobility. It has excellent regulation and infrastructure that make this possible. The customers now can hail the autonomous driving vehicles through Uber app in Sukhoi and Jumeirah areas. കൃത്യമായ സെൻസറുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ടാക്സി ഓടുന്നത്. ബൈദു, WeRide എന്നിവയുമായി സഹകരിച്ചാണ് ദുബായ് RTA ഡ്രൈവറില്ലാ ടാക്സികൾ റോഡുകളിലെത്തിച്ചത്. വരും ദിവസങ്ങളിൽ 1000-ലധികം ടാക്സികൾ നിരത്തിലിറക്കും. 5 വർഷത്തിനിടെ 25% യാത്രകളും ഡ്രൈവറില്ലാ ടാക്സികളിലാക്കുകയാണ് ദുബായിയുടെ ലക്ഷ്യം. 24 ദുബായ്. സൗദി അറേബ്യയിൽ വാണിജ്യ ബിനാമി ഇടപാടുകൾക്കെതിരായ നടപടികൾ കർശനമാക്കുന്നു. മാർച്ച് മാസത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2600-ലധികം പരിശോധനകളാണ് പൂർത്തിയാക്കിയത്. പരിശോധനകളിൽ നിയമലംഘനം കണ്ടെത്തിയ 71ഓളം സ്ഥാപനങ്ങൾക്കെതിരെ തുടർ നടപടികൾ ആരംഭിച്ചു. സൗദിയിൽ വാണിജ്യ മേഖലയിലെ ബിനാമി ഇടപാടുകൾ കണ്ടെത്താനായി രൂപീകരിച്ച നാഷണൽ പ്രോഗ്രാം ഫോർ കോംബാറ്റിംഗ് കൊമേഴ്ഷ്യൽ കൺസീൽമെന്റ് ആണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2026 മാർച്ച് മാസത്തിൽ മാത്രം 2611 പരിശോധനകൾ നടത്തി. വിപണിയിലെ സംശയകരമായ നീക്കങ്ങളും കൃത്യമായ ഫീൽഡ് ഇൻഡിക്കേറ്ററുകളും നിരീക്ഷിച്ചായിരുന്നു ഈ നടപടി.
പ്രധാനമായും റീറ്റെയിൽ മേഖലയിലാണ് പരിശോധനകൾ കേന്ദ്രീകരിച്ചത്. സ്വർണം, ലോഹങ്ങൾ, രത്നങ്ങൾ എന്നിവയുടെ വിൽപ്പന കേന്ദ്രങ്ങൾ, സുഗന്ധവ്യഞ്ജന വ്യാപാര സ്ഥാപനങ്ങൾ, ബേക്കറികൾ, മധുരപലഹാര വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ അധികൃതർ മിന്നൽ പരിശോധന നടത്തി. കൂടാതെ പെർഫ്യൂം ഷോപ്പുകൾ, പച്ചക്കറി പഴവർഗ്ഗ കടകൾ, ബാഗ് വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനകൾ നടന്നു. ഈ റെയ്ഡുകളിൽ പ്രാഥമികമായി 71 ബിനാമി കേസുകൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത തെളിവുകൾ സഹിതം തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ബിനാമി ബിസിനസ് നടത്തുന്നവർക്കും അവർക്ക് സഹായം നൽകുന്നവർക്കും കടുത്ത ശിക്ഷയാണ് സൗദി നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന വിദേശികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയും പിന്നീട് ഒരിക്കലും രാജ്യത്തേക്ക് മടങ്ങിവരാൻ കഴിയാത്ത വിധം വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക, സകാത്തും നികുതിയും ഈടാക്കുക, കുറ്റവാളികളുടെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുക തുടങ്ങിയ കർശന നടപടികളും സ്വീകരിക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇനി പശ്ചിമേഷ്യയിൽ യുദ്ധം അയവില്ലാത്ത സാഹചര്യത്തിൽ സൗദിയിലെ ഓൺലൈൻ ക്ലാസുകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നതിൽ സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശവുമായി ദുബായ് നോളജ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. കുട്ടികളുടെ അറ്റൻഡൻസ്, അധ്യാപന മികവ് എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങൾ. ഏപ്രിൽ 17 വരെ ഓൺലൈൻ പഠനം തുടരാൻ തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. 33 ദിവസമായി ദുബായ് ഉൾപ്പെടെ UAEയിലെ എല്ലാ സ്കൂളുകൾക്കും പൂട്ടുവീണിട്ട്. എങ്കിലും സ്പ്രിംഗ് അവധിയും പെരുന്നാൾ അവധിയുമൊക്കെ പരിഗണിച്ചാൽ കാര്യമായി ക്ലാസുകൾ നഷ്ടമായിട്ടില്ല. പുതിയ അധ്യയന വർഷം ആരംഭിച്ച സ്കൂളുകളുമുണ്ട്. ഇതിനിടെ പല സ്കൂളുകളും ഓൺലൈൻ ക്ലാസുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഏപ്രിൽ 17 വരെ ഓൺലൈൻ പഠനം തുടരാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുകയായിരുന്നു. ഓൺലൈൻ പഠനത്തിന്റെ ഗുണമേന്മ നിലനിർത്താനാണ് ദുബായ് നോളജ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ പങ്കാളിത്തം, ക്ഷേമം, അധ്യാപനം, ആശയവിനിമയം എന്നിങ്ങനെ തരംതിരിച്ചുള്ള വിവിധ മേഖലകളിൽ ഓരോ സ്കൂളും റിപ്പോർട്ടുണ്ടാക്കി 2 ആഴ്ചയ്ക്കകം കൈമാറണമെന്നാണ് നിർദ്ദേശം. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കണ്ടെത്തണം. അവർക്ക് ലാപ്ടോപ്പോ ഫോണോ ഉറപ്പാക്കണം. ഇന്റർനെറ്റ് തടസ്സങ്ങൾ ഉള്ളവരുടെ കാര്യത്തിലും ഇടപെടലുണ്ടാകണം. അറ്റൻഡൻസ് കൊണ്ട് മാത്രം കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു എന്ന് കരുതരുത്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ഉറപ്പാക്കണം. ഒപ്പം വിദ്യാർത്ഥികൾക്ക് സൈബർ തട്ടിപ്പിനെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകണം. ഓൺലൈൻ ക്ലാസ് ആയതിനാൽ അധ്യാപകർ ഉഴപ്പരുതെന്നും നിർദ്ദേശമുണ്ട്. അസൈൻമെന്റുകൾ അടക്കം നൽകുമ്പോൾ കുട്ടികൾക്ക് അമിത ഭാരമുണ്ടാകരുത്. ഒപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠന പദ്ധതി തയ്യാറാക്കണമെന്നും ദുബായ് നോളജ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 ദുബായ്. അബുദാബി കാർഷിക ഭക്ഷ്യ സുരക്ഷാ വകുപ്പുമായി കൈകോർത്ത് ഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈൽ ക്യാമ്പയിന് തുടക്കമിട്ട ലുലു ഗ്രൂപ്പ്. ലുലു സ്റ്റോറുകളിൽ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അബുദാബി കാർഷിക ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആക്ടിംഗ് ജനറൽ താരിഖ് അഹമ്മദ് അൽ അമേരിയാണ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. മികച്ച ഭക്ഷണശൈലിയും ഭക്ഷണരീതിയും പ്രോത്സാഹിപ്പിക്കുന്ന അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിക്ക് പിന്തുണയേകിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി കൈകോർത്ത് ഹെൽത്തി ലിവിംഗ് സെക്ടറുമായി സഹകരിച്ച ലുലു സ്റ്റോറുകളിൽ ഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈൽ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. UAEയിലെ 1200-ലേറെ അറബ് വനിതകൾക്കായി അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തിയ ഷോപ്പിംഗ് വൗച്ചറുകളിലൂടെ ലുലു സ്റ്റോറുകളിൽ നിന്ന് പഴം, പച്ചക്കറികൾ വാങ്ങാനാകും. 20 ആഴ്ച വരെ ഈ വൗച്ചറുകൾ ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യാം. വീടുകളിലെ ഭക്ഷണ രീതികൾ നിർണ്ണയിക്കുന്നതിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് പദ്ധതി. UAE ജനതയുടെ മികച്ച ജീവിതശൈലിക്ക് ഏറ്റവും നല്ല പിന്തുണയാണ് ലുലു നൽകുന്നതെന്ന് അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രൊജക്ട് ഹെഡ് ഹസൻ മുഹമ്മദ് അൽ മർസൂഖി പറഞ്ഞു. മികച്ച ആരോഗ്യം ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികൾക്ക് എല്ലാവിധ പിന്തുണയും ലുലു നൽകുമെന്നും ലുലു സ്റ്റോറുകളിൽ പദ്ധതി നടപ്പാക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. Very happy and proud and privileged to launch this healthy living campaign with ADAFSA, and we are thankful to ADAFSA for giving us an opportunity to partner in this great initiative. We are thankful to His Highness Sheikh Mohammed bin Zayed Al Nahyan
great president of this great country, and His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President, Prime Minister, ruler of Dubai, and rulers of other Emirates, and all citizens and expatriates. Now, since 1 month, there is no shortage of food, as I promised, and there is no price rise also. അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മൗസ സുഹൈൽ അൽ മുഹൈരി, ഹെൽത്തി ലിവിംഗ് സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ഖസ്രാജി, അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രൊജക്ട് ഹെഡ് ഹസൻ മുഹമ്മദ് അൽ മർസൂക്കി, ലുലു ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം VA, പ്രൊജക്ട് ഡെവലപ്മെന്റ്സ് ഡയറക്ടർ അബൂബക്കർ TP, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. വിശുദ്ധ നഗരമായ മക്കയിൽ പുതിയ വിമാനത്താവളം വരുന്നു. തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസകരമായ ഈ പദ്ധതിക്ക് മക്ക റോയൽ കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകാരം നൽകി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഹജ്ജുംറ തീർത്ഥാടകർക്ക് നേരിട്ട് മക്കയിലെത്താൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ വിമാനത്താവളം ഒരുങ്ങുന്നത്. മക്ക നഗരത്തിനും പുണ്യസ്ഥലങ്ങൾക്കുമായുള്ള റോയൽ കമ്മീഷൻ CEO സാലിഹ് അൽ റാഷിദാണ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. പദ്ധതിയുടെ നിക്ഷേപ രീതികൾക്കും പ്രവർത്തന സജ്ജീകരണങ്ങൾക്കും ഇതിനോടകം അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് വഴി പദ്ധതിയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തെയാണ് തീർത്ഥാടകർ പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ പുതിയ വിമാനത്താവളം ജിദ്ദയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും യാതൊരു വിധത്തിലുള്ള മത്സരവും ഇതിലുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിമാനത്താവളത്തിനു പുറമെ മക്കയിലെ റോഡുകളുടെ വികസനവും മെട്രോ റെയിൽ വിപുലീകരണവും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. നഗരത്തിലെ തിരക്കൊഴിവാക്കി തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. മക്കയിലേക്കുള്ള തീർത്ഥാടനത്തെ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കുകയാണ് അധികൃതർ. ജലീൽ കണമകലം, 24 ജിദ്ദ. ഉംറയ്ക്ക് പോയ നിരവധി മലയാളി തീർത്ഥാടകർ മടക്കയാത്ര സാധ്യമാകാതെ മക്കയിൽ കുടുങ്ങി. വിശ്വസിച്ച പണം നൽകിയ ട്രാവൽ ഏജൻസി നൽകിയത് ഡമ്മി ടിക്കറ്റുകളാണെന്നും തങ്ങളെ ചതിക്കുകയാണെന്നുമാണ് തീർത്ഥാടകരുടെ പരാതി. ഏപ്രിൽ 18-നകം സൗദി വിട്ടില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തീർത്ഥാടകർ. വിവ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന ഏജൻസി വഴി ഉംറയ്ക്കെത്തിയ തീർത്ഥാടകരാണ് ഇപ്പോൾ മക്കയിൽ ദുരിതത്തിലായിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടക സംഘം ഫെബ്രുവരി അവസാനത്തിലാണ് സൗദിയിലെത്തിയത്. 15 ദിവസത്തെയും 30 ദിവസത്തെയും പാക്കേജുകൾക്കായി 80,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഓരോരുത്തരും ഏജൻസിക്ക് നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാട്ടിലെത്താനുള്ള ടിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഏജൻസി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് തങ്ങൾക്ക് ലഭിച്ചത് വെറും ഡമ്മി ടിക്കറ്റുകൾ മാത്രമാണെന്ന് തീർത്ഥാടകർ തിരിച്ചറിഞ്ഞത്. യുദ്ധം കാരണം ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചെന്നും അതിനാൽ 10,000 രൂപ കൂടി അധികം നൽകണമെന്നും ഏജൻസി ആവശ്യപ്പെട്ടു. ഈ തുക നൽകിയിട്ടും ടിക്കറ്റ് ലഭ്യമാക്കാൻ ഏജൻസി തയ്യാറായില്ലെന്ന് തീർത്ഥാടകർ പരാതിപ്പെട്ടു. ഉംറക്കാർക്ക് താമസിക്കുവാനുള്ള ലൈസൻസ് ഇല്ലാത്ത ഒരു ലോഡ്ജിൽ കൊണ്ട് താമസിപ്പിക്കുകയും അവിടെ ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ആ ഫുഡിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഫുഡിന് അവർ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഫുഡ് സ്റ്റോപ്പ് ചെയ്തത്. ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഈ വിവ ട്രാവൽസ് എന്ന് പറയുന്ന ആ ട്രാവൽസ് ഒന്ന് ബന്ധപ്പെടുകയോ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഒരുക്കുകയോ ഞങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. നിലവിൽ സ്വന്തം നിലയ്ക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങാനാണ് ഏജൻസി തീർത്ഥാടകരോട് പറയുന്നത്. എന്നാൽ വലിയ തുക നൽകി ഉംറയ്ക്കെത്തിയ പലർക്കും ഇതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഭക്ഷണത്തിനും താമസത്തിനും പോലും വകയില്ലാതെ ബുദ്ധിമുട്ടിയ തീർത്ഥാടകർക്ക് സൗദി ഹജ്ജുംറ മന്ത്രാലയത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് താൽക്കാലികമായി ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചത്. ഒരു മാസത്തെ മരുന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ സമയങ്ങൾ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് നാട്ടിൽ പോയെങ്കിലും മരുന്നിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ തന്നെ കൂടുതൽ ആൾക്കാർ അസുഖക്കാർ സ്വന്തം ടിക്കറ്റ് എടുത്ത് തന്നെ നാട്ടിൽ കയറി പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവരാണ് ഒരുപാട് പേരും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഏപ്രിൽ 18 ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ തുടരാവുന്ന അവസാന തീയതി. ഈ കാലാവധിക്കുള്ളിൽ തിരിച്ചുപോയില്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും. പ്രായമായവരും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരും സംഘത്തിലുണ്ട്. തങ്ങളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. മക്കയിൽ നിന്നും ജുനൈദ് കൊണ്ടോട്ടിക്കൊപ്പം ജലീൽ കണമകലം, 24.
മറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളാണ് UDF പ്രകടന പത്രികയിലെന്ന് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. 10 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് ഇനി നടപ്പിലാക്കുമെന്ന് പറയുന്ന LDF പ്രകടന പത്രിക പ്രഹസനമാണ്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ UDF കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും 24 മണ്ഡലം ചുറ്റി മഹിളകളിൽ പങ്കെടുത്ത ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ഇപ്പം എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രകടനം അതീവ ചൂടിലാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തിൽ അരൂർ നിയോജക മണ്ഡലം തിരികെ പിടിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ ഇതിന് ബദലായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഇപ്പം വന്നിരിക്കുന്നത്. അതല്ല, UDF പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടി അത് മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, വടി കയ്യിലുള്ളപ്പോൾ അടിച്ചല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. അത് ചെയ്യാതിരുന്ന ഇടതു മുന്നണിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്ന ചില പ്രഹസനങ്ങൾ മാത്രമായിട്ട് ഞാൻ ആ പ്രകടന പത്രിക കാണുന്നു. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നുണ്ട് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് പ്രാവർത്തികമാണോ? കാരണം KSRTC തന്നെ വലിയ നഷ്ടത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. KSRTCയെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികളുണ്ട്. അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ നോക്കിക്കോ. ഇത് കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവിടുത്തെ ആളുകൾ കർണാടകയുടെ ധനസ്ഥിതി അല്ലല്ലോ കേരളത്തിൽ. ഇവിടുത്തെ ധനസ്ഥിതി എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? ഇവിടുത്തെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ധനസ്ഥിതി താഴോട്ട് പോയത്. ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാജിക് മൂവ്മെന്റ് ആയിരിക്കും UDF ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഈ മണ്ഡലം നഷ്ടമായത്. അപ്പോൾ ഇനി ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ ഒരുപാട് സ്ത്രീ വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ടോ സ്ത്രീ ശാക്തീകരണത്തെ സൈഡിലാക്കിക്കൊണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പൊതുപ്രസ്ഥാനത്തിന് ഇനി പോകാൻ പറ്റില്ല. മാധ്യമ മേഖലയെ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ കരുതലാണ്. ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുത്തൻ നൂതനമായ ആശയങ്ങളും പദ്ധതികളും ഇവിടെ വരണം. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്, എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഇപ്പം 140 ആണല്ലോ, 70 സ്ത്രീകളും 70 പുരുഷന്മാരും. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് പോകാനാവുന്നില്ല? 70 സ്ത്രീയല്ല, 71 സ്ത്രീകളും ബാക്കി പുരുഷന്മാരും നമുക്ക് എത്താൻ കഴിയണം. ആ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് കലഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നാളുകളിലും അതുണ്ടാകും. അത് ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ, അതൊരു വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില താമസങ്ങൾ. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇത്തവണ നിർത്തിയിരിക്കുന്ന മുഴുവൻ വനിതകളും ജയിച്ച് നിയമസഭയിൽ വരാൻ പോവാം. ഇത്തവണ മത്സരം നടക്കുന്നത് 2 വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതിലൊരാൾ MLA തന്നെയാണ്. പൊതുസമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ഞാൻ ഇടപെടും. ആ കാര്യത്തിൽ എനിക്ക് പ്രോത്സാഹനം തരുന്നവരാണ് അരൂരിലെ വോട്ടർമാർ, ആലപ്പുഴയിലെ ജനങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾ ഈ അരൂർ തിരിച്ചു പിടിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദന ശക്തിയാണ്. അപ്പോൾ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ നിയമസഭയിൽ നമുക്ക് 71 സ്ത്രീകൾ വേണം, ഒരു വനിതാ മുഖ്യമന്ത്രി. താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അരൂരിലെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ. ഏതായാലും കേരളം വിധി എഴുതാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം. ഇതോടെ ഇന്നത്തെ ഗൾഫ് ടുഡേ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.